നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന രൂപത്തിൽ അപ്പുറത്ത് റയൽ മാഡ്രിഡ് ടീം വളരെ ശക്തമാക്കി തീർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, മാർക്ക് കുക്രയ ഇതാ റയൽ മാഡ്രിഡിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. അടുത്ത വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം റയൽ ടീമിലെത്തും എന്നുള്ളത്. ഇപ്പോൾ അക്കാര്യം അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കോൺട്രാക്റ്റ് ഡീറ്റെയിൽസ്, എത്ര വർഷത്തേക്കാണ് അദ്ദേഹത്തെ കോൺട്രാക്റ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് റയൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റു വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ത് തുക കൊടുത്താണ് ചെൽസിയിൽ നിന്ന് താരത്തെ റയൽ സ്വന്തമാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിവരങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. റയലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് CF ആൻഡ് ചെൽസി FC ഹാവ് റീച്ച്ഡ് ആൻ എഗ്രിമെൻറ്റ് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് മാർക്ക് കുക്രയ. നമ്മൾ പ്രതീക്ഷകാരൻ തന്നെ. എന്നിട്ട് ഹു വിൽ ബി ലിങ്ക്ഡ് ടു അവർ ക്ലബ്ബ് ഫോർ ദി നെക്സ്റ്റ് 6 സീസൺ അണ്ടിൽ 30th June 2032 എന്നാണ് പറയുന്നത്. അതായത് 6 സീസണിലേക്ക് ഒരു ലോങ് കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. 6 സീസണിലേക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. 2032 ജൂൺ 30 വരെ അദ്ദേഹം റയൽ മാഡ്രിഡിൽ ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചുകൂടി വിവരങ്ങൾ ഫബ്രിസിയോ റൊമാനോ പോലെയുള്ള ജേർണലിസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ട്. താരത്തെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കുന്നത് 55 മില്യൺ യൂറോക്കാണ്, പ്ലസ് ആഡ് ഓൺസ് 5 മില്യൺ യൂറോ. ചുരുക്കത്തിൽ 60 മില്യൺ യൂറോക്കാണ് കുക്രയയെ ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കുക്രയ എന്ന് പറയുമ്പോൾ ബാഴ്സലോണ ആരാധകർക്ക് കൂടി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എക്കാലത്തും എല്ലായ്പ്പോഴും താനൊരു കൂളെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നത്. നേരത്തെ ബാഴ്സക്കൊക്കെ കളിച്ചിട്ടുള്ള താരം. ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹം റയലിൻ്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.